CNS മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 18 സെന്റ് സ്ഥലത്തെ 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട്, അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ്. ഈ 18 സെന്റ് സ്ഥലത്തിന്റെ പിൻഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത്. മുൻഭാഗം 10 സെന്റ് സ്ഥലം ഒഴിച്ചിട്ടിട്ട് പിൻഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത്. 2 നിലകളിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വലിയൊരു പഴക്കല്ലാത്ത വീടാണ്. ഫ്രണ്ട് ഭാഗം കണ്ടല്ലോ, ഫ്രണ്ട് ഭാഗം 10 സെന്റ് ഒഴിവാക്കിയിട്ട് പിൻഭാഗത്താണ് വീട് കയറ്റിയിട്ടുള്ളത്. നിലവിൽ ഫ്രണ്ട് ഭാഗത്തൊക്കെ വാഴ, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒട്ടുമാവ്, തെങ്ങിൻ തൈകൾ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണ് ഈ വീട്ടിലുള്ളത്. തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ കിണറുണ്ട്. സാധാരണ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. നിലവിൽ ഈ വീട്ടിലുള്ളത് കുഴൽ കിണറാണ്. എലിവേഷനൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല സൗകര്യമുള്ള വലിയ വീടാണ്. ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ വീടിൻ്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്തെ 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ്. ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ റൂം, കോമൺ ബാത്റൂം, ഇതാണ് അടിഭാഗത്തുള്ളത്. മുകൾ ഭാഗത്ത് വലിയൊരു ഹാള്, 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ്, ഇത്രയും ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത്. ബെഡ്റൂമിൽ ഇതുപോലുള്ള വാർഡ്രോബ്, അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമുകളൊക്കെ 10-12 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. അത്യാവശ്യം സൈസുള്ള ബെഡ്റൂമുകളാണ്. ബാത്റൂമിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കാണുന്നത് കിച്ചണാണ്. കിച്ചണിലെ അടിഭാഗത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കിച്ചൺ സ്ലാബ്, സിങ്ക് ഉണ്ട്. ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ജനലൊക്കെ 4 കള്ളിയുടെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. കിച്ചനോട് ചാരിയിട്ട് ഇവിടെ സ്റ്റോർ റൂം ഉണ്ട്. 3 ലെയറായിട്ട് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ സിങ്ക് ഉണ്ട്. പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തായിട്ട് കോമൺ ബാത്റൂം ഉണ്ട്. സാധാ ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ളത്, അങ്ങനെയുള്ള നല്ല സെറ്റപ്പ് ഉണ്ട്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ ഫുള്ള് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ മുഴുവനായിട്ട് നല്ല വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇതെല്ലാം ഗ്രാനൈറ്റാണ് കേട്ടോ. വീട് മൊത്തത്തിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തെ 2 ബെഡ്റൂം, ഒരു ബെഡ്റൂമാണിത്. നമുക്ക് ഇവിടുത്തെ വിൻഡോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒക്കെ ഇതിൻ്റെ പൊളികളൊക്കെ നല്ല ഡിസൈൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം വുഡിലാണ്, മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും ഫൈബർ അല്ല. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വലിയൊരു വീട് തന്നെയാണ് കേട്ടോ. 2200 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത്. നമുക്ക് വിൻഡോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൻ്റെ ജനൽ പൊളികളും അതുപോലെ തന്നെ അതിൻ്റെ വിൻഡോസിൻ്റെ ഡിസൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നല്ല ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. നാല് ബാത്റൂമിലെ ടൈലുകളും 4 ഡിഫറെൻറ്റ് മോഡലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ യൂണിഫോമിറ്റിയിലല്ല കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഡിസൈൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. മുകൾ ഭാഗം ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഓപ്പൺ ടെറസ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. അത് ഷീറ്റ് അത്യാവശ്യം നല്ല ഏരിയയിൽ തന്നെ ഇട്ടിട്ടുള്ളത്. മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് GI ഷീറ്റ് ഇട്ടതാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഈ ഒരു. പിന്നെ ഇതിൻ്റെ ജനൽപ്പൊളികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. പുറത്തുനിന്നുള്ള ഇതുണ്ടോ, നല്ല ഡിസൈൻ വർക്കുകളാണ്. ഫുള്ള് വുഡാണ്.
ഒന്നും ഫൈബറോ റെഡിമെയ്ഡോ ഒന്നുമല്ല, എല്ലാം നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തെ ബാൽക്കണിയാണത്. നേരെ ഫ്രണ്ടിലേക്ക് കാണുന്ന മുകൾ ഭാഗത്തെ ബാൽക്കണി, സിറ്റ് ഔട്ട്. അടുത്തൊക്കെ വീടുകളുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 18 സെൻറ്റ് സ്ഥലം, 2200 സ്ക്വയർ ഫീറ്റിൽ വന്ന നിങ്ങൾ ഈ കണ്ട സൂപ്പർ വീട്. ഉദ്ദേശിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. ഒരു സെൻറ്റ് സ്ഥലത്തിന് ആവറേജ് 2 ലക്ഷം രൂപയുടെ മുകളിൽ അവിടെ മാർക്കറ്റിലുള്ളൊരു ഏരിയ ആണ്. ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത്. 18 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും ഉദ്ദേശിക്കുന്ന വില 82 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. മാറ്റം സ്വീകരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, ചെറിയ നല്ല ടെറസിട്ട വീടൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ചെറിയ നല്ല ടെറസിട്ട വീടും അതുപോലെ തന്നെ കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് മാറ്റത്തിനാണെങ്കിൽ അതിനും പാർട്ടി തയ്യാറാണ്. ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഭാഗത്താണ്. മേലാറ്റൂർ എടപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന വില 82 ലക്ഷം രൂപ. 18 സെൻറ്റ് സ്ഥലമുണ്ട്. 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിയ സൂപ്പർ വീടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ദിവസവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ വീഡിയോയിലൂടെ ചാനലിലൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.